നമസ്കാരം, എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴെ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് എല്ലാം കിഴിക്കാത്തോണ്ട് കീഴിലേക്ക് പോവാം. നീ ആരെ നോക്കി ഞാൻ ആലോചിച്ചു ഇവിടുന്ന് ആരെങ്കിലും പറയുന്നത് സഹായിക്കും കരുതിയോ? ഇല്ല, എല്ലാരും എന്നെ ഹെൽപ്പ് ചെയ്ത് നിർത്തിയോ? അവനെ ഹെൽപ്പ് ചെയ്യട്ടാ. ടൈലോ ഹെഡ് ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ആരെങ്കിലും കണ്ണിറക്കി കാണിച്ചോന്ന് പറഞ്ഞോ? ഏയ് അങ്ങനെയൊന്നുമില്ല. അടുത്തത് അല്ല, ഫസ്റ്റ് കിഴി പെട്ടല്ലോ. വായിച്ചു. സ്വാതി മുതിർന്ന മുത്തിന്ന മെയിൽ ഹാനിയെ. രാജ്ബി ഷെട്ടി സ്ക്രിപ്റ്റ് എഴുതി ആള് തന്നെ സംവിധാനം ചെയ്ത സിനിമയാണ്. സ്ക്രിപ്റ്റ് പോട്ടെ, സ്ക്രിപ്റ്റിന് എത്രത്തോളം കഷ്ടപ്പാടുണ്ടെന്ന് നമുക്കറിയാം. ഒരു പേരിന് എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. സ്വാതി മുത്തിന മെയിൽ ഹാനിയെ എന്നുള്ള പറഞ്ഞ സിനിമ ഡിസംബർ 29 പ്രൈം വീഡിയോയിൽ സ്ട്രീമിംഗ് തുടങ്ങും. ഓക്കെ, ഇനി നീ ഇതിനെ കുറിച്ച് പറയണ്ട, ഒറ്റ പറഞ്ഞാൽ മതി. അടുത്തത് അയ്യോ പാർക്കിംഗ്. ഓക്കെ, സിനിമയുടെ OTT വന്നിട്ടുണ്ട് ഡിസംബർ 30 ഹോട്ട്സ്റ്റാറിൽ കേട്ടോ. ഓക്കെ, ഹരീഷ് കല്യാണാണ് സിനിമയിലെ നായകനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. സിനിമ നല്ല അഭിപ്രായം നേടിയ സിനിമയാണ്, ഹിറ്റാണ്. യെസ്. നമ്മുടെ ഇതിലെ സിനിമറ്റോഗ്രാഫറിനെ കുറിച്ച് സംസാരിക്കാം. ജിജു സണ്ണി നമ്മുടെ ഫ്രണ്ടാണ്. നമ്മുടെ ഒരു ഷോർട്ട് ഫിലിം ആളാണ് സിനിമറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതിന് താഴെ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാല് അപ്പൊ പറയാ പ്രൊമോഷൻ കൂടി, അതുകൊണ്ട് അത് പറയുന്നില്ല. ദ ലോക്കർ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമാണ് U2C മീഡിയ എന്ന് പറഞ്ഞ നമ്മുടെ മറ്റൊരു ചാനലുണ്ട്, അതിലിട്ടുണ്ട്. ഓക്കെ, അടുത്തത് വേട്ടയ്യൻ. വേട്ടയ്യൻ നമ്മുടെ രജനീകാന്തും ഫഹദ് ഫാസിലും അമിതാഭ് ബച്ചനും പിന്നെ ആരൊക്കെയാണ്, മഞ്ജു വാര്യറും റാണ ദഗുപതി, അങ്ങനെ വമ്പൻ താരങ്ങൾ ഒരുമിക്കുന്ന സിനിമയിൽ നമ്മുടെ രജനീകാന്തും ഫഹദ് ഫാസിലും ഒരു കോമ്പിനേഷൻ സീനുണ്ട്. അതിൻ്റെ ഒരു സ്റ്റിൽ ലീക്കായിട്ടുണ്ട്. ഡങ്കി 7 ദിവസത്തെ കളക്ഷൻ. അല്ല, നിനക്ക് പനിയായിരുന്നില്ലേ? അല്ല, ഡെങ്കി എന്ന് പറഞ്ഞപ്പോഴേ അങ്ങനെ അല്ല, ഡെങ്കിപ്പനിയാണോ? ഡെങ്കി ഒന്നല്ലടാ, ഇപ്പം കോവിഡാ, വീണ്ടും കോവിഡാടാ കുട്ടാ. വലിച്ചു കെട്ടിയാലോ? 7 ദിവസത്തെ കളക്ഷനാണ്. ഓക്കെ, തള്ളുന്നില്ല സത്യം. ഓക്കെ, അടുത്ത തള്ളു അങ്ങോട്ട് ഇല്ല കേട്ടോ. തള്ളില്ല അതില്, തള്ളിന്റെ ആവശ്യമില്ല. അത്യാവശ്യം തരക്കേടില്ലാത്ത കളക്ഷനിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അഭിപ്രായം ഉണ്ടല്ലോ. എന്റെ വടച്ചോനെ, എന്താടാ രഞ്ജിത്ത് സിനിമ അടിപൊളി. ഒരു വമ്പൻ ദുരന്ത സിനിമയായിരുന്നത്. ഈ സിനിമ റിലീസ് നെറ്റ്ഫ്ലിക്സിലാണെന്നൊക്കെ പറഞ്ഞ് ഇവർ തള്ളി ഓർമ്മയുണ്ടോ? നെറ്റ്ഫ്ലിക്സ് വമ്പൻ തുകക്കെടുത്തു. സാധാരണ ആസിഫ് അലി സിനിമയല്ല എന്നുള്ള രീതിയിൽ പ്രൊമോഷൻ പോയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ. എന്തായാലും OTT റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് 29 ഡിസംബർ നെറ്റ്ഫ്ലിക്സ് തന്നെ എടുത്തേക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് സാധനം എങ്ങനെ എടുക്കുന്നതെന്ന് അറിയോ? ഏറ്റവും കുറഞ്ഞ പൈസ കൊടുത്തിട്ടാണ്. ഏറ്റവും റേറ്റ് കുറഞ്ഞതല്ലേ അത് നെറ്റ്ഫ്ലിക്സ് എടുക്കുക. കാരണം അത്രയും റീച്ചും കാര്യങ്ങളും കൊടുക്കും. അടുത്തത് തലപതി 68 സിനിമയില് രമ്യ കൃഷ്ണൻ ഒരു കാമിയോ റോൾ ഉണ്ടാവും എന്നാണ് കേട്ടോ കേൾക്കുന്നത്. ഒരു സ്റ്റില്ലുണ്ട് നമ്മുടെ വെങ്കട് പ്രഭുവിന്റെ കൂടെ. ഓക്കെ, ദ ഗോട്ട് അറിഞ്ഞൂടാ, എന്തായാലും ഉടനടിയൊക്കെ വരും. അടുത്ത കിഴി നന്ദി ഉണ്ടാവുമായിരിക്കും. OG പവൻ കല്യാൺ നായകനാവുന്ന മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി കേട്ടോ. OG സിനിമയുടെ ഒരു ചെറിയ അപ്ഡേറ്റ്. അത് നമ്മുടെ ശ്രിയ റെഡ്ഡി ഇല്ലേ, കൊല്ലണം മനസ്സിലായി, പറഞ്ഞാൽ മതി. സലാർ സിനിമയിൽ ഒരു പ്രധാന വേഷത്തിലെത്തിയിട്ടുണ്ട് ആള്. OG സിനിമയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇതാണ്: ബിഗർ ദാൻ സലാർ. ഇവർക്കൊന്നും ഒരു പണിയില്ലെന്ന് ഞാൻ ആലോചിക്കുന്നു. ഇന്നലെ വേറൊരാൾ വന്നിരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ബിഗർ ദാൻ ഗെയിം ഓഫ് ത്രോൺസ്. ഏത് ദേവര? പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതെ, എന്തായാലും ആവട്ടെ. മതിയായിരുന്നു. അടുത്തത് തലൈവർ 171
ഓക്കെ. സിനിമയെക്കുറിച്ച് ലോകേഷ് കനകരാജ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. അതായത് സിനിമ ആക്ഷൻ മൂവി ആയിരിക്കും, പക്ഷേ ഒരു ഡ്രഗ്സ് മൂവി അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ മമ്മൂട്ടി പ്രധാന വേഷത്തിൽ എത്തുമെന്നുള്ള റൂമറുകൾ ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി വന്നേക്കുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിജയ് സേതുപതിനെ സമീപിച്ചിട്ടുണ്ടെന്നും കൂടി കേൾക്കുന്നുണ്ട്. പ്രധാന കാസ്റ്റിംഗ് ഒരു കുറേ സിനിമകളില് അങ്ങനത്തെ സംഭവങ്ങൾ ഇനി വരുന്നതിനകത്ത് ചിലപ്പോൾ നെഗറ്റീവ് അല്ലെങ്കിൽ ഓക്കെ ആയിരിക്കാം. വില്ലനാവാതെ വില്ലനല്ലാണ്ട് വില്ലനാവാൻ സാധ്യത കാണുന്നില്ല. കാരണം എന്താ അറിയോ, വിജയ് സേതുപതി ലേറ്റസ്റ്റ് ആയിട്ട് എന്താ പറഞ്ഞേ, തനിക്ക് തന്നെ അത് മാത്രല്ല ഞാൻ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നു, അതിനില്ല എന്നുള്ളതാണ്. അതൊരു സത്യം കേട്ടോ. അപ്പൊ അത് വില്ലൻ വേഷമല്ല, വില്ലൻ നമ്മുടെ മമ്മൂക്കുള്ളത് ആണെന്ന് നീ പറയുന്നു, അറിഞ്ഞിട്ടില്ല. നമുക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്തായാലും അല്ലേ. ഓക്കെ, അടുത്ത കിഴി മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സ് സിനിമ, അതായത് അടുത്ത ഒരു ബെഞ്ച് മാർക്ക് ആവുന്ന സിനിമയെന്നുള്ളത് അല്ലേ. എന്തായാലും അതിന്റെ ഡബിങ് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സവിൻ പങ്കുവച്ച പിക്കാണ് കേട്ടോ. ഡബിങ് പുരോഗമിക്കുന്നു. ഇതിന്റെ ജോണർ എന്താണ്? ഇതൊരു സർവൈവൽ ത്രില്ലർ അല്ലേ? എന്തായാലും കണ്ടറിയാം. പിന്നെ ഒരു ഗ്യാങ് ആണ്, അതൊരു വൈബ് തന്നെ ആയിരിക്കും. അടുത്തത് റേച്ചൽ. ഹണി റോസ് പ്രധാന വേഷത്തിലെത്തുന്ന റേച്ചൽ സിനിമ പാക്കപ്പ് ആയിട്ടുണ്ട്. അനന്തിനി ബാലയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. എന്താണെങ്കിലും അടുത്ത് തന്നെ റിലീസ് ഉണ്ടാവുമായിരിക്കും കേട്ടോ. ഓക്കെ. അടുത്ത കിഴി സലാർ. ഇത്ര ലാഗോ? സലാർ കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം. ഞാൻ സലാർന്ന് പറഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് മിണ്ടുന്നില്ല. എന്തായാലും സലാർ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ശുഷ്കാന്തി കുറവ് നമുക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ ആയതുകൊണ്ടാണ്. നമുക്ക് ഇഷ്ടപ്പെടാത്ത ജവാൻ 1500 കോടിയുണ്ട്, നമുക്ക് വന്നിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ അടുത്തത് എബ്രഹാം ഓസ്ലർ സിനിമയുടെ ട്രെയിലർ ജനുവരി 3 ഉണ്ടാവും എന്നുള്ള റൂമറുകൾ ശക്തമായിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. മേ ബി 3-ാം തീയതി വന്നേക്കാം. ഇതാണെങ്കിലും 11-നാണ് സിനിമ റിലീസ്. തകർക്കും. അല്ല, ജയറാമിന്റെ തിരിച്ചുവരവ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഉണ്ടാവട്ടെ. അടുത്ത കിഴി വാട മോനെ ലിയോ 2. ലിയോ 2 സിനിമയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. അതായത് നമ്മുടെ ലോകേഷ് തന്നെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്, തലൈവർ 171 അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആ സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈതി 2, ശേഷം ലിയോ 2ലേക്ക് കടക്കും എന്നുള്ളതാണ്. 2 സിനിമ, 3-ാമത്തെ സിനിമ ഇനി ചെയ്യാൻ പോകുന്ന 3-ാമത്തെ സിനിമ ലിയോ 2 ആയിരിക്കും ആൾ തന്നെ പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ ദളപതിയുടെ 71-ാമത്തെ സിനിമ അതായിരിക്കും. എന്തായാലും സന്തോഷം. ലിയോ 2 അതിൽ കുറേ മറുപടികൾ ഉണ്ടാവും അല്ലേ. അതില് LCU ഒക്കെ വേറെ ലെവലുണ്ടാവും, കുറേ സംഭവങ്ങൾ അതിലേക്ക് അങ്ങ് വരും. അതെ. പിന്നെ ആൾ പറഞ്ഞിരിക്കുന്നത് വിജയുടെ കൂടെ എപ്പോഴും ഏത് സമയത്താണ് അത്രക്ക് ആൾക്കത് ഇഷ്ടമാണ്. അടുത്തത് തേജസ് കങ്കണ റണാവ് സിനിമയുടെ OTT ജനുവരി 5-ാം തീയതി ZEE5 അതിലും പൊട്ടും തീർച്ചയായിട്ടും. ഇന്റർനാഷണൽ പൊട്ടൽ പൊട്ടും. തിയേറ്ററിൽ 70 കോടിക്ക് അടുത്തായിട്ട് അതിന് ബഡ്ജറ്റ് ഉണ്ട്. സിനിമ വമ്പൻ ഡിസാസ്റ്റർ. 3 ലക്ഷം എത്രയാണ് അന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയില്ല. ടോട്ടൽ കാശും കിട്ടിയേക്കുന്ന. അതെ, അതിനുശേഷം കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുണ്ടാവും. എന്നാലും 70-ഉം 3-ഉം തമ്മിൽ എത്ര വ്യത്യാസം കിടക്കുന്നത് അല്ലേ. ഒരു 10 ആണെങ്കിൽ പോലേ. അതെ. എന്തായാലും ആളുടെ ഒരുപാട് സിനിമകൾ ഇങ്ങനെ നിരന്തരം പൊട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. കണകുണന്റെ കൂടെ ആരുമില്ല ഇപ്പോ. അതെ. എന്തായാലും ZEE5 5-ാം തീയതി തേജസ്. പഴയ തേജസ് ഒന്നും ഇല്ല കേട്ടോ. ZEE5 തേജസ് പോവാ. അടുത്ത കിഴി നേര് സിനിമയുടെ കളക്ഷൻ 7-ാമത്തെ ദിവസം ഒട്ടും കുറവില്ല, മത്സരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സലാറ് ഇപ്പോൾ 1 കോടിൻ്റെ അടുത്തൊക്കെ എത്തി തുടങ്ങി.
കേരളത്തിൽ. അതായത് ഓരോ ദിവസം നേടുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല കളക്ഷനാണ്. കൊള്ളാം, കുഴപ്പമില്ല. കളക്ഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സലാറും അത്യാവശ്യം നല്ല കളക്ഷൻ തന്നെയാണ്. ഇപ്പം 5 ദിവസം കൊണ്ട് 400 ചില്ലം കോടി എന്ന് പറയുന്നത് മോശമൊന്നുമല്ലല്ലോ. അല്ല കേരളത്തിൽ. കേരളത്തിൽ ഓക്കെ. എന്താണെങ്കിലും വേറെ ലെവലിൽ കയറി വരട്ടെ. യെസ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കിഴി എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.